വെൽക്കം ടു റിജു ആൻഡ് പി എസ് കെ ഓൺലൈൻ ക്ലാസ്സസ്. പ്രീവിയസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പി ബ്ലോക്ക് എലമെൻറ്റിലെ ബോറോൺ ഫാമിലിയാണ്. ഇന്ന് നമ്മളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈ ഡിസ്കസിങ് ദ കോമ്പൗണ്ട്സ് ഓഫ് അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ കോമ്പൗണ്ടിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആലം എന്ന് പറയുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും വാട്ട് ആർ ആലംസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ആലംസ്? ആലം എന്ന് പറയുന്നത് ആക്ച്വലി ദേ ആർ double sulfates. Alums are double sulfates having the general formula. Double sulfates having the general formula M2SO4 M-2SO4 thrice 24H2O. This is how you can represent an alum. Now, what is M and what is this M dash? M stands for monovalent radicals like K plus, Na plus, ammonium, etc. NH4 plus, etc. And this M dash is trivalent. M dash is trivalent radicals like Al3 plus, Fe3 plus, Cr3 plus, etc. So this is the general formula of alums and M dash എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി കുറച്ച് ആലങ്ങൾ നമുക്ക് നോക്കാം. വേരിയസ് ആലംസ് ലൈക്ക് പൊട്ടാഷ് ആലം. യു വിൽ സി പൊട്ടാഷ് ആലം. പൊട്ടാഷ് ആലത്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് K2SO4 Al2SO4 thrice 24H2O. This is the formula of potash alum. Now you can also have iron alum. Iron alumത്തിന്റെ ഫോർമുല വരുന്നത് ഇറ്റ് ഈസ് NH4 twice SO4 Fe2SO4 thrice 24H2O. Similarly, you can have ammonium alum, chrome alum, അങ്ങനെ ഒരുപാട് ആലങ്ങൾ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ഈ പൊട്ടാഷ് ആലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പൊട്ടാഷ് ആലത്തിൻ്റെ അക്യൂസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹൈലി അസിഡിക് ആയിരിക്കും. പൊട്ടാഷ് ആലത്തിൻ്റെ അക്യൂസ് സൊല്യൂഷൻ വിൽ ബി ഹൈലി അസിഡിക്. കാരണം എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റും. ഹൈലി അസിഡിക് ആവാൻ കാരണം ബിക്കോസ് അലൂമിനിയം സൾഫേറ്റ് വിൽ അണ്ടർഗോ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ടു പ്രൊഡ്യൂസ് സൾഫ്യൂരിക് ആസിഡ്. ഹൈലി അസിഡിക് because aluminum sulfate Al2SO4 thrice undergo complete hydrolysis to form sulfuric acid. Now, ഈ ആലങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ആലത്തിലും ഒരു മെറ്റൽ ആറ്റത്തിന് ചുറ്റും 6 വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇൻ ആലംസ് each metal ion is surrounded by 6 water molecules. അതുകൊണ്ട് തന്നെ ലിഥിയം ഡു നോട്ട് ഫോം ആലം. റീസൺ ആണ് തൊട്ട് മുൻപിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്.
ലിഥിയം ഡു നോട്ട് ഫോം ആലത്തിൻ്റെ റീസൺ ആണ് തൊട്ട് മുൻപിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്. തൊട്ട് മുമ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു? ആലത്തിൽ ഒരു മെറ്റൽ അയോണിന് ചുറ്റും 6 വാട്ടർ മോളിക്യൂൾ ഉണ്ടെന്ന്. അപ്പോൾ ലിഥിയം ആലം ഫോം ചെയ്താലും ലിഥിയത്തിന് ചുറ്റും 6 വാട്ടർ മോളിക്യൂൾസ് വരേണ്ടതായിട്ട് വരും. പക്ഷേ ലിഥിയം എന്ന് പറയുന്നത് ടു സ്മോൾ ആണ്, വളരെ ചെറിയ ആറ്റം ആയതുകൊണ്ട് തന്നെ അത്രയും ചെറിയ ലിഥിയം ആറ്റത്തിന് ചുറ്റും, ലിഥിയം അയോണിന് ചുറ്റും 6 വാട്ടർ മോളിക്യൂൾസ് സറൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. സോ ലിഥിയം ഡു നോട്ട് ഫോം ആലംസ് ബിക്കോസ് lithium ion is too small. Lithium is too small to get surrounded by 6 water molecules. 6 വാട്ടർ മോളിക്യൂൾസ് സറൗണ്ട് ആകാനും മാത്രമുള്ള സൈസ് ആർക്കില്ല? ലിഥിയം അയോണില്ല. അതുകൊണ്ട് നമ്മൾ പറയും ലിഥിയം അയോൺ ഡു നോട്ട് ഫോം ആലംസ്. നൗ യു ഹാവ് സ്യൂഡോ ആലംസ്. ആലം എന്ന് തോന്നിക്കും, പക്ഷേ ആലമല്ല. സ്യൂഡോ ആലങ്ങളുടെ ഫോർമുല. സോ വാട്ട് ആർ സ്യൂഡോ ആലംസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ഓൾസോ ഡബിൾ സൾഫേറ്റ്സ്. സ്യൂഡോ ആലംസ് ആർ ഓൾസോ ഡബിൾ സൾഫേറ്റ് ഓഫ് divalent ion and a trivalent ion with 24 water molecules in their crystals. Double sulfates of divalent ion and a trivalent ion with 24 water molecules in their crystals. Their general formula can be potash ആലത്തിൻ്റെ അല്ല, അയൺ ആലത്തിൻ്റെ അല്ല, ക്രോം ആലത്തിൻ്റെ അല്ല, സ്യൂഡോ ആലത്തിൻ്റെ ജനറൽ ഫോർമുല ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് MsO4 X2SO4 thrice 24H2O. So this is the general formula of pseudo alum, where M is your divalent or bivalent atom, bivalent radical, and X is the trivalent radical. So these are the various types of alums and their types. Now ഇവരുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. Properties of alums. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ആർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് ദേ ആർ ഹൈലി സൊല്യൂബിൾ ഇൻ വാട്ടർ. ദേ ആർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്, highly soluble in water. Then അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ആലങ്ങളെ പതുക്കെ ഒന്ന് ചൂടാക്കുക, ഓൺ ഹീറ്റിംഗ്. എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷനിലെ 24 വാട്ടർ മോളിക്യൂൾസിലെ അതൊക്കെ ഡീഹൈഡ്രേറ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് ആലം വിൽ ഗെറ്റ് സ്വെൽസ് അപ്പ്. So on heating dehydration occurs. And alums will swells up. So these are the various properties of alum. ഒരു ടോപ്പിക് കൂടി നമുക്ക് ആലത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, and it is the applications. Of alums. Very first one, ആലം ഉപയോഗിച്ച് നമുക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും അല്ലേ, ബ്ലീഡിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആലം കോമ്പൗണ്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ വെരി ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ടു സ്റ്റോപ്പ് ബ്ലീഡിങ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ,
to purify water. To purify water. മൂന്നാമത്തേന്ന് പറയുന്നത് ഡൈയിങ് ഇൻഡസ്ട്രിയിൽ മോർഡൻ്റ് ആയിട്ട് ഉപയോഗിക്കും. ആസ് എ മോർഡൻ്റ് ഇൻ ഡൈ ഇൻഡസ്ട്രി. ആസ് എ മോർഡൻ്റ് ഇൻ ഡൈയിങ് ഇൻഡസ്ട്രി. ഒരു ആപ്ലിക്കേഷനും കൂടി ഉള്ളത്, ഇനിയും ആപ്ലിക്കേഷൻസ് ഉണ്ട്, 4 നമുക്ക് എഴുതാം. ആസ് എ മോഡേൺ ഇൻ ഡൈ ഇൻഡസ്ട്രി. പിന്നെ ഒരെണ്ണം കൂടി പറയുന്നത് യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ടാനിങ് ലെതർ. യൂസ്ഡ് ഇൻ ടാനിങ് ഓഫ് ലെതർ. So these are the various applications of alum. Important compounds of aluminum എന്ന് പറയുന്നതിൽ ആലം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആലങ്ങളെ പറ്റി NCERT പറയുന്നില്ല, മറിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ആലം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ബോറോൺ ഫാമിലിയിലെ ഏറ്റവും 2 കോമ്പൗണ്ടുകളായ ബൊറാക്സ്, ബോറിക് ആസിഡ്, അലൂമിനിയം, ബോറോണിൻ്റെ തന്നെ കുറച്ച് യൂസുകൾ നമുക്കൊന്ന് നോക്കാം. സോ യൂസസ്, അതിൽ ആദ്യത്തെ യൂസായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബോറോൺ 10 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ഉണ്ട്. ബോറോൺ 10. ഈ ബോറോൺ 10 ഐസോട്ടോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു അബ്സോർബ് ന്യൂട്രോൺസ്. Boron 10 isotope have the ability to absorb neutrons. Ability to absorb neutrons. അതുകൊണ്ട് തന്നെ ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ മെറ്റൽ ബോറൈഡ്സ് are used as protective shield. Are used as protective shield or control rods in nuclear reactors. Control rods in nuclear reactors. Then boron fibers ഉണ്ട്, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ബോറോൺ ഫൈബേഴ്സ്. ഈ ബോറോൺ ഫൈബേഴ്സിൻ്റെ പ്രത്യേകത, ഈ ബോറോൺ ഫൈബേഴ്സ് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ മാനുഫാക്ചറിന് ഉപയോഗിക്കാറുണ്ട്. യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് bullet proof vests. Then light composite material in the manufacture of aircraft. Boron fibers. Light composite material. Light composite material in aircraft. ഇതാണ് ബോറോണിൻ്റെ യൂസുകളായിട്ട്. ബോറോൺ 10 ഐസോട്ടോപ്പിൻ്റെ യൂസും ബോറോൺ ഫൈബറിൻ്റെ യൂസുകൾ നമുക്ക് ഇനിയും പറയാൻ പറ്റുന്നത്, ബോറോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കോമ്പൗണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്, ഒന്ന് ബൊറാക്സും മറ്റൊന്ന് ബോറിക് ആസിഡുമായിരുന്നു. ബൊറാക്സും ബോറിക് ആസിഡും. ബൊറാക്സിൻ്റെ ഫോർമുല ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ബൊറാക്സ് ഈസ് Na2B4O7.10H2O. ബോറിക് ആസിഡ് എന്ന് പറയുന്നത് H3BO3 അല്ലെങ്കിൽ BOH ത്രൈസ്. ഈ പർട്ടിക്കുലർ ആളുകൾ ബൊറാക്സും ബോറിക് ആസിഡും മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ, നമുക്ക് എഴുതി നോക്കാം, ബൊറാക്സ് ആൻഡ് ബോറിക് ആസിഡ് ഈസ് യൂസ്ഡ് ഇൻ ദ ഹീറ്റ് മാനുഫാക്ചർ ഓഫ് used in the manufacture of heat resistant glass. Heat resistant glass. നിങ്ങൾ ഒരു പക്ഷേ കേട്ട് കാണും പൈറക്സ് ഗ്ലാസ് എന്ന് പറഞ്ഞ്, അല്ലേ? അല്ലെങ്കിൽ ഗ്ലാസ് ഫൈബേഴ്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവരൊക്കെ മാനുഫാക്ചറിൽ ഉപയോഗിക്കാറുള്ളതാണ് ബൊറാക്സും ബോറിക് ആസിഡ് മുതലായ ആളുകൾ. ഇനി ഈ ബോറിക് ആസിഡിനുള്ള വേറൊരു ഗുണമെന്ന് പറയുന്നത്, ഈ ബോറിക് ആസിഡ് ഉപയോഗിക്കുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫ്ലക്സ് ഫോർ സോൾഡറിങ് മെറ്റൽ. ബോറിക് ആസിഡ് ഈസ് യൂസ്ഡ് ആസ് ഫ്ലക്സ് ഫോർ
സോൾഡറിങ് മെറ്റൽസ്. ഫ്ലക്സ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ മെറ്റലർജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ച് കാണും. 10th ആളുകൾക്കും അറിയാൻ പറ്റും ഫ്ലക്സ് എന്താണെന്നൊക്കെ അറിയാം. യൂസ്ഡ് ആസ് ഫ്ലക്സ് ഫോർ സോൾഡറിങ് മെറ്റൽസ് ഇൻ ഓർഡർ ടു ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഹീറ്റ്, സ്റ്റെയിൻ റെസിസ്റ്റൻറ്റ്, ഗ്ലേസ്ഡ് കോട്ടിംഗ് ഫോർ എർത്തേൺ പോട്ട്സ്. Then this boric acid is also used in medicinal soaps. Borax ആണ്, ബോറിക് ആസിഡ് അല്ല, സോറി, ഇറ്റ് ഈസ് ബൊറാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബൊറാക്സ് ഈസ് യൂസ്ഡ് ആസ് ഫ്ലക്സ് ഫോർ സോൾഡറിങ് മെറ്റീരിയൽ. ദെൻ ബൊറാക്സ് മെഡിസിനൽ സോപ്സിലും ഉപയോഗിക്കാറുണ്ട്. ദെൻ aqueous solution of boric acid. Aqueous solution of boric acid is used as mild antiseptic. It is used as mild antiseptic. അപ്പോൾ ഇത്രയുമാണ് ബോറോണും അതിൻ്റെ കോമ്പൗണ്ടിൻ്റെയും യൂസുകളായിട്ട് പഠിക്കാനുള്ളത്. നൗ അലൂമിനിയം. ഈ അലൂമിനിയം എന്ന് പറയുന്ന മെറ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിൽവറി വൈറ്റ് മെറ്റൽ ഹാവിങ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. സിൽവറി വൈറ്റ് മെറ്റൽ, അലൂമിനിയം സിൽവറി വൈറ്റ് മെറ്റലാണ്. സിൽവറി വൈറ്റ് മെറ്റൽ വിത്ത് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. അലൂമിനിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അലൂമിനിയത്തിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഒരുപാട് യൂസ് ഉണ്ട്. അലോയ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്, അലോയ്കളിൽ വരുന്നുണ്ട്. ദെൻ പിന്നെ പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അലൂമിനിയം വരുന്നുണ്ട്, എയർക്രാഫ്റ്റിൽ വരുന്നുണ്ട്, ദെൻ പാക്കിങ്ങിൽ വരുന്നുണ്ട്, ദെൻ കുക്കിംഗ് പർപ്പസിൽ യൂട്ടെൻസിൽസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആളുകൾ പറയുന്നത് അലൂമിനിയം എന്ന് പറയുന്നത് വളരെ പോയിസൺ ആണ് എന്നും അലൂമിനിയത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല ഡിസീസിന് കാരണമാകുമെന്ന് പറയുന്നത് കൊണ്ട് അലൂമിനിയം പാത്രങ്ങൾ നമ്മൾ കുക്കിങ്ങിൽ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. സോ ഡ്യൂ ടു ദ ടോക്സിസിറ്റി ദ യൂസ് ഓഫ് അലൂമിനിയം ഇൻ ദ ഡൊമസ്റ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പർപ്പസിൽ അലൂമിനിയത്തിൻ്റെ യൂസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. സോ ഡ്യൂ ടു ഇറ്റ്സ് ടോക്സിസിറ്റി, the use of aluminium in domestic purposes are limited. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബോറോൺ ഫാമിലിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബോറോൺ ഫാമിലിയിൽ ഒക്കറൻസ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് കണ്ടു, എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ഓക്സിജനുമായിട്ടും നൈട്രജനുമായിട്ടും വാട്ടറുമായിട്ടും ആസിഡും ബേസുമായിട്ടും ഹാലജനുമായിട്ടുള്ള റിയാക്ഷൻ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് ലൂയിസ് ആസിഡിൻ്റെ ക്യാരക്ടർ കണ്ടു. ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ബോറോണിൽ ബൊറാക്സ്, ഡൈബൊറൈൻ സ്ട്രക്ചർ കണ്ടു, അവിടെ ബനാന ബോണ്ടൊക്കെ നമ്മൾ കണ്ടു. ബൊറാക്സ്, ബോറിക് ആസിഡ്, ഇൻഓർഗാനിക് ബെൻസീൻ, ഇൻഓർഗാനിക് ഗ്രാഫൈറ്റ് കണ്ടു, ആലം കണ്ടു, പിന്നെ അവരുടെ യൂസ് കണ്ടു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് 14 ആണ്, കാർബൺ ഫാമിലി. ഫസ്റ്റ് മെമ്പർ കാർബൺ ആണ്, അതുകൊണ്ട് നമ്മളതിനെ കാർബൺ ഫാമിലി എന്ന് പറയുന്നത്. കാർബൺ ഫാമിലി എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലെ എത്രാമത്തെ ഗ്രൂപ്പാണ്? 14th ഗ്രൂപ്പാണ്. വളരെ ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. 14th ഗ്രൂപ്പാണ് കാർബൺ ഫാമിലി എന്ന് പറയുന്നത്. ഇതിലുള്ള മെമ്പേഴ്സ്, 14th ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, lead. These are the members of carbon family. ഇത് ഓർത്തിരിക്കുന്നത് എങ്ങനെയാണോ? കാറിൽ സിൽക്കണിഞ്ഞ്, ജർമ്മൻ ടിന്നിൽ ലെഡും എടുത്ത്, അങ്ങനെയല്ലേ ഓർത്തിരിക്കുന്നത്? കാറിൽ സിൽക്കണിഞ്ഞ് ജർമ്മൻ ടിന്നിൽ ലെഡും എടുത്ത്. അങ്ങനെ ഈ ഫാമിലിയിലെ ആളുകളെ ഓർത്തിരിക്കുക.
നൗ ഈ കാർബൺ ഫാമിലിയിൽ നമ്മൾ ഹാലജൻസിനെ ഗ്രൂപ്പ് 17 ഹാലജൻ ഫാമിലി എന്ന് പറയും, ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലി, അറ്റ് ദ സെയിം ടൈം ചാൽക്കോജൻസ് എന്ന് പറയും, ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലി അല്ലെങ്കിൽ നിക്കോജൻസ് എന്നൊക്കെ പറയും. നമ്മൾ ബോറോൺ ഫാമിലിയിലും IUPAC അംഗീകരിക്കാത്തൊരു പേര് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ആ പേര്? ഇക്കോസാജൻസ് എന്ന് പറഞ്ഞിരുന്നു. കാരണം ബോറോണിൻ്റെ സ്ട്രക്ചർ ഇക്കോസാഹീഡ്രൽ സ്ട്രക്ചറാണ് അല്ലേ, 12 കോർണറുകളും 20 ഫേസും ഒക്കെയുള്ള ഒരു സ്ട്രക്ചറാണ് ഇക്കോസാഹീഡ്രൽ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ഇക്കോസാജൻസ്, പിന്നെ ട്രൈ-എൽ, ആ പേരുകളൊക്കെ IUPAC അംഗീകരിച്ചിട്ടില്ല, പക്ഷെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാർബൺ ഫാമിലിനെ, അതായത് ഗ്രൂപ്പ് 14 IUPAC അംഗീകരിക്കാത്ത പേരുകളുണ്ട്. വൺ സച്ച് നെയിം ഈസ് ക്രിസ്റ്റലോജൻ, ക്രിസ്റ്റലോജൻ എന്ന് വിളിക്കും, ഓർ ടെട്രാജൻസ്, IUPAC അംഗീകരിച്ചിട്ടില്ല കേട്ടോ. ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലി എന്ന് മാത്രമേ IUPAC പറയുന്നുള്ളൂ. ക്രിസ്റ്റലോജൻ, ടെട്രാജൻ എന്നൊക്കെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും. സോ ഇത്രയും ആളുകളാണ് ഈ ഫാമിലിയിൽ വരുന്നതായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ ഒക്കറൻസ് ആണ്. ഈ പറയുന്ന എലമെൻറ്റുകളില്ലേ, അതായത് കാർബൺ, സിലിക്കൺ, ജെർമേനിയം മുതലായ ആളുകൾ എങ്ങനെയാണ് എർത്തിൽ കാണപ്പെടുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്. കാർബൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ 17th മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ്. കാർബൺ ഈസ് ദ 17th മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ്. 17th മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ്. കാർബണിൻ്റെ പ്രത്യേകത, കാർബൺ എക്സിസ്റ്റ് ഇൻ ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടും. എക്സിസ്റ്റ് ഇൻ ഫ്രീ സ്റ്റേറ്റ് ആസ് വെൽ ആസ് കമ്പൈൻഡ് സ്റ്റേറ്റ്. ഫ്രീ സ്റ്റേറ്റിലും കാണപ്പെടും, കമ്പൈൻഡ് സ്റ്റേറ്റിലും കാർബൺ കാണപ്പെടും. അതിൽ ഫ്രീ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ എലമെൻ്റൽ സ്റ്റേറ്റിൽ കാർബൺ കാണപ്പെടുന്ന രൂപങ്ങളാണ് ഡയമണ്ട്, ഗ്രഫൈറ്റ്, കോൾ മുതലായ ആളുകൾ. ഇത്തരം രൂപങ്ങളിലാണ് കാർബൺ ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നത്. കമ്പൈൻഡ് സ്റ്റേറ്റിൽ കാർബൺ കാണപ്പെടുന്നത് ഇൻ ദ ഫോം ഓഫ് മെറ്റൽ കാർബണേറ്റ്സ്, hydrocarbons, then CO2. ഇത്രയും രൂപത്തിലാണ് കാർബൺ കാണപ്പെടുന്നത്. ഈ കാർബണിന് ശേഷം വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് സിലിക്കൺ ആണ്. സിലിക്കണിൻ്റെ പ്രത്യേകത, ഓക്സിജന് ശേഷം എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് സിലിക്കൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ second most abundant element in earth crust. എർത്ത് ക്രസ്റ്റിലെ സെക്കൻഡ് മോസ്റ്റ് അബണ്ടൻ്റ് എലമെൻ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സിലിക്കൺ. ഫസ്റ്റ് അബണ്ടൻ്റ് എലമെൻ്റ് ഓക്സിജൻ ആണ്. തേർഡ് അബണ്ടൻ്റ് എലമെൻ്റ് അലൂമിനിയം ആണ്. ഓക്കെ, അപ്പോൾ സിലിക്കൺ ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടൻ്റ്. സിലിക്കൺ എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, സിലിക്കൺ ഒക്കേഴ്സ് ആസ് സിലിക്ക ഓർ സിലിക്കേറ്റ്സ്. സിലിക്ക എന്ന് പറയുന്ന രൂപത്തിലും സിലിക്കേറ്റ് എന്ന രൂപത്തിലുമാണ് സിലിക്കൺ എർത്തിൽ കാണപ്പെടുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം, സിലിക്കൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഓഫ് silicon is the important constituent of, ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്, കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് സെറാമിക്സ്, സിമെൻറ്റ്, ഗ്ലാസ്. ഗ്ലാസ്സിലും സിമെൻറ്റിലും സെറാമിക്കിലും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് നമ്മുടെ ഈ സിലിക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ കണ്ടു കഴിഞ്ഞു, സിലിക്കൺ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ജെർമേനിയമാണ്.
അല്ലേ? ജെർമേനിയം എന്ന് പറയുന്നത് വളരെ കുറച്ചളവിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. എക്സിസ്റ്റ് ഓൺലി ഇൻ ട്രേസസ്. എക്സിസ്റ്റ് ഓൺലി ഇൻ ട്രേസസ്. വളരെ അളവ് കുറഞ്ഞ രീതിയിലാണ് ജെർമേനിയം നമ്മൾ കാണപ്പെടുന്നത്. ദെൻ ടിൻ. ടിൻ കാണപ്പെടുന്നത് കസട്രൈറ്റ് എന്ന രൂപത്തിലാണ്. Tin is found in the earth in the form of cassiterite, having the formula SnO2, cassiterite. അതേസമയം ലെഡ് കാണപ്പെടുന്നത് in the form of galena. ഗലേനയുടെ ഫോർമുലയൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, PbS. then anglesite. Anglesite is PbSO4. These are the various forms in which lead found in the earth crust. Then സിലിക്കണും ജെർമേനിയവും, ഈ സിലിക്കൺ ജെർമേനിയം അല്ലെങ്കിൽ അൾട്രാ പ്യുവർ സിലിക്കൺ ആൻഡ് ജെർമേനിയം ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ മാനുഫാക്ചറിൽ വരുന്ന ആളുകളാണ് സിലിക്കണും ജെർമേനിയം എന്ന് പറയുന്ന രണ്ടാളുകൾ. സോ ദിസ് ഈസ് ദ ഒക്കറൻസ് ഓഫ് കാർബൺ ഫാമിലി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കാർബൺ ഫാമിലിയുടെ ഒക്കറൻസ് കണ്ടു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർബൺ ഫാമിലിയുടെ അറ്റോമിക് റേഡിയസ് നമുക്ക് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസ് ഓഫ് കാർബൺ ഫാമിലി. കാർബൺ ഫാമിലിയുടെ അറ്റോമിക് റേഡിയസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ബോറോൺ ഫാമിലിയുടെ റേഡിയസ് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബോറോൺ ഫാമിലി അറിയാം നിങ്ങൾക്ക്. ഇറ്റ് ഈസ് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. റേഡിയസ് എങ്ങനെയായിരുന്നു? ഇറ്റ് ഈസ് 88 പൈക്കോമീറ്റർ, 145 പൈക്കോമീറ്റർ, 47 പൈക്കോമീറ്റർ, 135, 167 പൈക്കോമീറ്റർ, 170 പൈക്കോമീറ്റർ. ശരിയല്ലേ? എന്നിട്ട് നമ്മൾ പറഞ്ഞത് നോർമൽ ട്രെൻഡ് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഡൗൺ ദ ഗ്രൂപ്പ് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് കൂടുമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? പക്ഷേ ബോറോൺ ഫാമിലിയിൽ നിങ്ങൾ നോക്കിയേ, അലൂമിനിയത്തിൽ നിന്ന് ഗാലിയത്തിലേക്ക് എത്തിയപ്പോൾ റേഡിയസ് 147 പൈക്കോമീറ്ററിൽ നിന്ന് കുറയുകയാണ് ചെയ്തത്. അതിന് നമ്മൾ റീസണും പറഞ്ഞിരുന്നു. എന്തായിരുന്നു റീസൺ? അലൂമിനിയത്തിൻ്റെയും ഗാലിയത്തിൻ്റെയും ഇടയിൽ ഇവിടെ ഏത് ഇലക്ട്രോൺസ് വരുന്നുണ്ട്? 3D ഇലക്ട്രോൺസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഈ 3D ഇലക്ട്രോൺസിന് പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ആണ് എന്ന് പറഞ്ഞു. ദെൻ ഗാലിയത്തിൽ നിന്ന് ഇൻഡിയത്തിലേക്ക് എത്തുമ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് നോർമൽ ട്രെൻഡാണ്, സൈസ് കൂടി. ഇൻഡിയത്തിൽ നിന്ന് താലിയത്തിലേക്ക് എത്തുമ്പോൾ 167 പൈക്കോമീറ്ററിൽ നിന്ന് 170 പൈക്കോമീറ്റർ കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൂടിയിട്ടുണ്ട്. പക്ഷേ അത്രയ്ക്ക് കൂടിയിട്ടില്ല. വെറും 3 പൈക്കോമീറ്ററിൻ്റെ ഇൻക്രീസേ ഇൻഡിയത്തിൽ നിന്ന് താലിയത്തിലേക്ക് എത്തിയപ്പോൾ വന്നിട്ടുള്ളൂ. അതിന് റീസൺ നമ്മൾ പറഞ്ഞു, അവിടെ ഏത് ഓർബിറ്റൽസ് വരുന്നുണ്ട്? 4f ഓർബിറ്റൽസ് വരുന്നുണ്ട്. അപ്പോൾ d ഓർബിറ്റൽസിൻ്റെ പ്രസൻസ് കൊണ്ട് ഗാലിയത്തിൻ്റെ റേഡിയസ് കുറഞ്ഞു. എഫ് ഓർബിറ്റൽസിൻ്റെ പ്രസൻസ് കൊണ്ട് താലിയത്തിൻ്റെ റേഡിയസിന് ഒരു മേജർ ഇൻക്രീസ് അവിടെ കാണാൻ പറ്റിയില്ല, ഡ്യൂ ടു ദെയർ പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ്. ഇനി തൊട്ടടുത്തുള്ള ഗ്രൂപ്പാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അടുത്ത ആള് കാർബൺ ഫാമിലി. കാർബൺ ഫാമിലിയിലുള്ള ആളുകൾ ആരൊക്കെയാണ്? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, 3D ഓർബിറ്റൽസിൻ്റെ പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ഇല്ലേ, അത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തത് ഗാലിയമാണ്. ഗാലിയത്തിൽ നിന്ന് പിന്നീട് അടുത്ത് വരുന്ന ജെർമേനിയം, ജെർമേനിയത്തിന് അടുത്ത് വരുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, അങ്ങനെ പോകുമ്പോൾ നൈട്രജൻ ഫാമിലി ആണെങ്കിൽ നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക് അല്ലേ? അപ്പോൾ ഗാലിയത്തിനാണ് 3D ഓർബിറ്റൽസിൻ്റെ ഒരു സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഗാലിയത്തിന് തൊട്ടടുത്ത് വരുന്ന ജെർമേനിയത്തിന് പുവർ ഷീൽഡിംഗ് ഇഫക്റ്റിൻ്റെ ഒരു ഇഫക്റ്റ് ശരിക്കും ജെർമേനിയം അനുഭവിക്കുന്നില്ല. സെയിം കേസ് നമുക്ക് താലിയത്തിൻ്റെയും ലെഡിൻ്റെയും കേസിൽ പറയാൻ പറ്റും. താലിയമാണ് 4f ഓർബിറ്റൽസിൻ്റെ പുവർ ഷീൽഡിംഗ് ഇഫക്റ്റിന് കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നതെങ്കിൽ താലിയത്തിന് ശേഷം വരുന്ന ലെഡിന് അത്രയ്ക്കൊരു
ഇഫക്റ്റ് അതിന് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കൊരു റേഡിയസിൻ്റെ ട്രെൻഡ് നോക്കുകയാണ് എങ്കിൽ കാർബൺ ഹാസ് ഗോട്ട് 77 പൈക്കോമീറ്റർ, താഴേക്ക് വരുമ്പോൾ സൈസ് കൂട്ടണം, സിലിക്കൺ 118 പൈക്കോമീറ്റർ, 118 പൈക്കോമീറ്റർ. അലൂമിനിയത്തിൽ നിന്ന് ഗാലിയത്തിലേക്ക് വന്നപ്പോൾ 147 ആയിരുന്ന റേഡിയസ് 135 ആയിട്ട് കുറഞ്ഞു. റീസൺ എന്തായിരുന്നു? 3D ലാർ. സിലിക്കണും ജെർമേനിയും എത്തുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സൈസ് കൂടുമെന്നാണ്. പക്ഷേ അതിന് 3Dയുടെ ഒരു പുവർ ഷീൽഡിങ് ഇഫക്റ്റിൻ്റെ കുറച്ച് കോൺസിക്വൻസ് ജെർമേനി അനുഭവിക്കും. ആസ് എ റിസൾട്ട് ഒരു 4 പൈക്കോമീറ്റർ മാത്രമേ കൂടുന്നുള്ളൂ. അലൂമിനിയം ഗാലിയത്തിൻ്റെ ഇടയിൽ നല്ലോണം കുറഞ്ഞു റേഡിയസ് ആക്ച്വലി അല്ലേ. പക്ഷേ സിലിക്കൺ ജെർമേനി എത്തുന്നത് കുറഞ്ഞില്ല, പക്ഷെ കൂടി, അതും വളരെ ചെറുതായിട്ടേ കൂടിയിട്ടുള്ളൂ. അതിനും റീസൺ നമുക്ക് എന്ത് പറയാം? 3D ഓർബിറ്റൽസിൻ്റെ പുവർ ഷീൽഡിങ് ഇഫക്റ്റ് ആണ് എന്ന് പറയാം. നൗ ജെർമേനിയം ടിൻ നോർമൽ ട്രെൻഡ് 140 പൈക്കോമീറ്റർ കൂടി. ഇന്ത്യത്തിൻ്റെയും താലിയത്തിൻ്റെ ഇടയിൽ വെറും 3 പൈക്കോമീറ്ററിൻ്റെ കൂടലേ ഉണ്ടായുള്ളൂ. കാരണം 4Fൻ്റെ പുവർ ഷീൽഡിങ് ഇഫക്റ്റ്. താലിയം അനുഭവിക്കുന്ന അത്രയും ഒരു കോൺസിക്വൻസ് ലെഡ് അനുഭവിക്കുമോ? ഇല്ല. അപ്പോൾ ഇവിടെ വെറും 3 യൂണിറ്റ് കൂടിയെങ്കിൽ ടിന്ന് ലെഡിലേക്ക് എത്തുമ്പോൾ 146 പൈക്കോമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ റേഡിയസിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ റേഡിയസ് ആസ്, ഏറ്റവും കൂടുതൽ റേഡിയസ് ആർക്കാണ്? അറ്റോമിക് റേഡിയസ് ഈസ് മാക്സിമം ഫോർ ലെഡ്, then comes tin, then comes germanium, then silicon, least for carbon. അപ്പോൾ ഇത് നമ്മൾ നോർമലി ഒരു ഗ്രൂപ്പിൽ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതേ ട്രെൻഡ് തന്നെയാണ് നമ്മൾക്ക് അറ്റോമിക് റേഡിയസ് ഇൻ ദ കേസ് ഓഫ് കാർബൺ ഫാമിലിയിൽ, അതായത് ഗ്രൂപ്പ് 14ൻ്റെ കേസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആകെ പി ബ്ലോക്കിൽ ഈ ഒരു അനോമലസ് പ്രത്യേകതകൾ, അനോമലസ് പ്രോപ്പർട്ടി സൈസിൻ്റെ കേസിൽ കാണിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് ഓൺലി ഫോർ ദിസ് അലൂമിനിയം ആൻഡ് ഗാലിയം. അവിടെ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ റേഡിയസ് കൂടാതിരുന്നത്. നമ്മളെന്താ വിചാരിച്ചത്? സൈസ് താഴേക്ക് വരുമ്പോൾ കൂടുമെന്ന്. പക്ഷെ ഇവിടെ എന്താ ചെയ്തത്? അലൂമിനിയത്തിൽ നിന്ന് ഗാലിയത്തിലേക്ക് എത്തിയപ്പോൾ സൈസ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് 13ൻ്റെ റേഡിയസ് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. എക്സാംസിന് ട്രിക്കി ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഓർഡറാണ് റേഡിയസ് ഓഫ് 13. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 13 കഴിഞ്ഞു, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 14 ആണ്. അവിടെ നോർമൽ ട്രെൻഡ് തന്നെ നമുക്ക് റേഡിയസിൻ്റെ കേസിൽ കാണാൻ സാധിക്കും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കാർബൺ ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. സോ ഇവരുടെ ജനറൽ കോൺഫിഗറേഷൻ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് NS2 NP2 ആണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് NS2 NP2, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പോൾ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്, ഇവരുടെ കോൺഫിഗറേഷൻസ് നമ്മൾ എഴുതാൻ ശ്രമിക്കുകയാണ് എങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് കാർബൺ ആണെങ്കിൽ അറ്റോമിക് നമ്പർ 6 ആണ്. സോ 1s2 2s2 2p2. ഔട്ടർ കോൺഫിഗറേഷൻ എഴുതുന്നു, ഇറ്റ് ഈസ് 2s2 2p2. സിലിക്കൺ ആകുമ്പോൾ തൊട്ടടുത്ത പീരീഡിലേക്ക് മാറി. സോ ഇറ്റ് ഈസ് 3s2 3p2. ജെർമേനിയം ആണ് എങ്കിൽ 4s2 4p2. ടിൻ ആണ് എങ്കിൽ 5s2 5p2. ലെഡ് 6s2 6p2. അപ്പോൾ ഇതാണ് ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP2. അങ്ങനെയാണ് എങ്കിൽ ഇവർ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ ഒക്ടറ്റ്, ഇവർക്ക് എത്ര ഇലക്ട്രോണും കൂടി വേണം? ഇവരുടെ വാലൻസ് ഷെല്ലിൽ എസ്സിലെ 2 ഇലക്ട്രോണും പിയിലെ 2 ഇലക്ട്രോണും അല്ലേ ഉള്ളൂ. വാലൻസ് ഷെല്ലിൽ അപ്പോൾ 4 ഇലക്ട്രോണേ ഉള്ളൂ. സോ ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് octet, they need 4 more electron. In order to complete the octet, they need 4 more electrons. അപ്പോൾ എത്രയുമാണ് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന പോയിന്റിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവരുടെ
അയോണൈസേഷൻ എൻതാൽപ്പി നമുക്ക് നോക്കാം. ഇവരുടെ ഗ്രൂപ്പ് 14 എലമെൻസിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പീസ്. വാട്ട് ഈസ് അയോണൈസേഷൻ എൻതാൽപ്പി? ഇറ്റ് ഈസ് ദ എനർജി ദാറ്റ് യു നീഡ് ടു ഗീവ് in order to remove the most loosely bounded electron of an isolated neutral gaseous atom. അപ്പോൾ ഇവരുടെ അയോണൈസേഷൻ എൻതാൽപ്പി കമ്പയർ ചെയ്യുന്നതിന് മുൻപ് നമുക്കൊന്ന് ബോറോൺ ഫാമിലിയുടെ അയോണൈസേഷൻ എൻതാൽപ്പി കമ്പയർ ചെയ്യാം. ദാറ്റ് ഈസ് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇവരുടെ അയണൈസേഷൻ എൻതാൽപ്പി എങ്ങനെയായിരുന്നു? 801 കിലോ ജൂൾ പെർ മോൾ ആണ് കേട്ടോ. അലൂമിനിയം ഈസ് 577, ഗാലിയം 579, ഇൻഡിയം എത്രയായിരുന്നു? ഇൻഡിയം എന്ന് പറയുന്നത് 558, 585 പൈക്കോമീറ്റർ, 585 പൈക്കോമീറ്റർ. അങ്ങനെയായിരുന്നു ഈ താലിയം മുതലായ ആളുകളുടെ, ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം മുതലായ ആളുകളുടെ അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂസ്. നമ്മൾ കാർബൺ ഫാമിലിയാണ് പഠിക്കുന്നത്. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്. ഇവരുടെ അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1086 കിലോ ജൂൾ പെർ മോളാണ് കാർബണിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട എനർജി. സിലിക്കണിലേക്ക് വരുമ്പോൾ നോർമൽ ട്രെൻഡ് എന്താ? താഴേക്ക് പോകുമ്പോൾ സൈസ് കൂടുന്നു. സൈസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി വളരെ കുറച്ച് മതി എന്നുള്ളതാണ് ട്രെൻഡ്. അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് എന്നാണ്. അപ്പോൾ കാർബണിൽ നിന്ന് സിലിക്കണിലേക്ക് എത്തുമ്പോൾ 786, ഓക്കെ, കുറഞ്ഞിട്ടുണ്ട്. സിലിക്കണിൽ നിന്ന് ജർമേനിയത്തിലേക്ക് എത്തുമ്പോൾ 708, കുറഞ്ഞിട്ടുണ്ട്. നൗ ടിന്നിലേക്ക് എത്തുമ്പോൾ 786 കിലോ ജൂൾ പെർ മോൾ. ജർമേനിയത്തിലേക്ക് വരുമ്പോൾ 761, കുറഞ്ഞു അല്ലേ? 786ൽ നിന്ന് 761ലേക്ക് കുറഞ്ഞു. ടിന്നിലേക്ക് എത്തുമ്പോൾ 708, എഗെയിൻ കുറഞ്ഞു. ലെഡിലേക്ക് എത്തുമ്പോൾ 715 കിലോ ജൂൾ പെർ മോൾ. അപ്പം നോർമലി നമ്മൾ അയോണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് ട്രെൻഡാണോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് അതേ ട്രെൻഡ് തന്നെ കാർബൺ ഫാമിലിയിൽ കിട്ടി അപ് ടു ടിൻ അല്ലേ? അയോണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കാർബൺ, ദെൻ ഫോർ സിലിക്കൺ, പിന്നെ ജർമേനിയം, പിന്നീട് വരുന്നത് ലെഡ് ആണ്, അതിനുശേഷമാണ് ടിന്ന് വരുന്നത്. അപ്പോൾ ഈ ഓർഡർ എന്തായാലും ഓർത്തിരിക്കേണ്ടതാണ്. കാരണം നമ്മൾ നോർമലി എക്സ്പെക്റ്റ് ചെയ്യാത്ത ട്രെൻഡുകളാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ദേ ക്യാൻ ബി ഫ്രെയിംഡ് ആസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ലെഡിന് ടിന്നിനേക്കാൾ അയോണൈസേഷൻ എൻതാൽപ്പി കൂടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ഓഫ് of 4f electrons. It is due to the poor shielding effect of 4f electron. അതുകൊണ്ടാണ് ലെഡിന് ടിന്നിനേക്കാളും അയോണൈസേഷൻ എൻതാൽപ്പി കൂടിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അയോണൈസേഷൻ എൻതാൽപ്പിക്ക് ശേഷം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. ഗ്രൂപ്പ് 14 എലമെൻറ്റുകളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഗ്രൂപ്പ് 13 അപേക്ഷിച്ച്, അതായത് ബോറോൺ ഫാമിലിനെ അപേക്ഷിച്ച് ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലിയുടെ സൈസ് കുറവല്ലേ? അതുകൊണ്ട് തന്നെ ഇവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എങ്ങനെയായിരിക്കും? ദേ ആർ മോർ ഇലക്ട്രോ നെഗറ്റീവ്. സോ ഡ്യൂ ടു ദ സ്മോൾ സൈസ് ഗ്രൂപ്പ് 14 elements are more electronegative than ഗ്രൂപ്പ് 13. ഗ്രൂപ്പ് 14 അപേക്ഷിച്ച് ഗ്രൂപ്പ് 13 അപേക്ഷിച്ച് ഗ്രൂപ്പ് 14ൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. ഇവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്,
lead. ഇവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ കാർബൺ ഹാസ് ഗോട്ട് 2.5, ദെൻ 1.8, 1.8, 1.8. ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? സെയിം ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് ശേഷം കുറച്ച് പ്രോപ്പർട്ടീസും കൂടി നമുക്ക് ഗ്രൂപ്പ് 14-ൻ്റേതായിട്ട് നമുക്ക് നോക്കാം. സം അതർ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത, അതായത് ഗ്രൂപ്പ് 14-ൻ്റെ പ്രത്യേകത, ഓൾ മെമ്പേഴ്സ് ആർ സോളിഡ്സ് അണ്ടർ റൂം ടെമ്പറേച്ചർ. ഓൾ മെമ്പേഴ്സ്, അതായത് കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്, ഓൾ മെമ്പേഴ്സ് ആർ സോളിഡ്സ് അണ്ടർ നോർമൽ കണ്ടീഷൻസ്. അണ്ടർ നോർമൽ കണ്ടീഷൻസ് എല്ലാവരും സോളിഡാണ്. മെമ്പേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കാർബണും സിലിക്കണും ദേ ആർ നോൺ മെറ്റൽസ്. ദേ ആർ നോൺ മെറ്റൽസ്. ജർമേനിയം ഈസ് എ മെറ്റലോയിഡ്. ജർമേനിയം ഈസ് എ മെറ്റലോയിഡ്. ടിൻ ആൻഡ് ലെഡ് ദേ ആർ സോഫ്റ്റ് മെറ്റൽസ് with low melting point. Soft metals with low melting point. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ NCERT എന്തായാലും സിലിക്കൺ നോൺ മെറ്റൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ സിലിക്കൺ ഈസ് ട്രീറ്റഡ് ആസ് എ മെറ്റലോയിഡ് എന്ന് പറയുന്നുണ്ട്. എനിവേ വി ക്യാൻ ഫോളോ ദ NCERT. NCERTയിൽ സിലിക്കൺ ഈസ് എ നോൺ മെറ്റൽ ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് കാർബൺ മെയിനായിട്ട് രണ്ട് രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാർബണിൻ്റെ നമ്മൾ അല്ലോട്രോപ്പ് എന്നാണ് പറയുന്നത്. അല്ലോട്രോപ്സ് ഓഫ് കാർബൺ. അല്ലോട്രോപ്സ് ഓഫ് കാർബൺ. രണ്ട് തരത്തിലുള്ള അല്ലോട്രോപ്പുകളുണ്ട്. അതിൽ ഒന്ന് അമോർഫസ് എന്ന പേരിലും, അമോർഫസ് മറ്റേത് ഏതാണ്? ഇറ്റ് ഈസ് ക്രിസ്റ്റലൈൻ. ഇറ്റ് ഈസ് ക്രിസ്റ്റലൈൻ. Amorphous means actually doesn't have any fixed shape. ആ അർത്ഥത്തിലാണ് കേട്ടോ പറയുന്നത്. It do not have definite shape. നിങ്ങൾ കൂടുതൽ ഇത് ക്ലാസ് 12-ൽ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും. അമോർഫസ് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ മീൻസ് ഇറ്റ് ഹാവ് റെഗുലർ ഡെഫിനിറ്റ് അറേഞ്ച്മെൻറ്റ്. റെഗുലർ ഡെഫിനിറ്റ് ഷേപ്പ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ ആർ ദ വേരിയസ് അല്ലോട്രോപ്സ് ഓഫ് കാർബൺ. ഇനി അമോർഫസ് അല്ലോട്രോപ്പിന് എക്സാമ്പിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ, അമോർഫസ് അല്ലോട്രോപ്പ് ഓഫ് കാർബൺ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇറ്റ് ഈസ് കോൾ. ഇറ്റ് ഈസ് കോൾ ഈസ് ആൻ അമോർഫസ് അല്ലോട്രോപ്പ്. ഈ കോള് തന്നെ പല രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും നമുക്ക് കോൾ എന്ന് തന്നെ വിളിക്കാം. ക്രിസ്റ്റലൈനിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഡയമണ്ട്, ദെൻ ഗ്രാഫൈറ്റ്, ദെൻ തേർഡ് വൺ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫുള്ളറീൻസ്. ഫുള്ളറീൻ. ഒരുപാട് തരത്തിലുള്ള ഫുള്ളറീൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് കാർബൺ 60 എന്ന് പറയുന്ന ഫുള്ളറീനാണ്. കാർബൺ 28, കാർബൺ 14 അത്തരത്തിലുള്ളതുണ്ട്. കാർബൺ 60 ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുള്ളറീൻ. വാട്ട് ഈസ് കാർബൺ 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോളിക്യൂളിൽ 60 കാർബൺ ആറ്റങ്ങൾ കൂടിച്ചേർന്നിരിക്കും. അതിനാണ് കാർബൺ 60. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറെ പേര് ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ. ബക്ക്മിൻസ്റ്റർ ഫുള്ളർ. ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇനി അപ്പോൾ അല്ലോട്രോപ്സ് ഓഫ് കാർബൺ കഴിഞ്ഞു. ഇനി ഈ കാർബണിന് ഐസോട്ടോപ്പും ഉണ്ട്. കാർബൺ ഹാസ് ഗോട്ട് ഐസോട്ടോപ്സ്. ഏതൊക്കെയാണ് കാർബണിൻ്റെ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഈ കാർബൺ 14 ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയോ? കാർബൺ 14 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റേഡിയോ ആക്റ്റീവ്. കാർബൺ 14 ഈസ് റേഡിയോ ആക്റ്റീവ്. അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഹാഫ് ലൈഫ് പീരീഡ്? ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ടു ഡീകമ്പോസ് ഇൻ ടു ഇറ്റ്സ് ഹാഫ്.
തുടക്കത്തിൽ എത്രയാണോ എടുത്തത് ഇനീഷ്യൽ എമൗണ്ടിനെ അപേക്ഷിച്ച് ഹാഫായി മാറാൻ എത്ര സമയം എടുക്കും എന്ന് പറയുന്നതിനാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് ടി ഹാഫ് ആണ്. കാർബൺ 14 എന്ന് പറയുന്ന ഈ ഐസോടോപ്പിൻ്റെ ടി ഹാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5777 ഇയേഴ്സ്. ഇത്രയും വർഷങ്ങൾ എടുക്കും കാർബൺ 14 എന്ന് പറയുന്ന ഐസോടോപ്പിന് ഹാഫായി മാറാൻ. ഇത് 100 ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ 50 ഗ്രാം ആയി മാറാൻ ഇത്രയും വർഷങ്ങൾ എടുക്കും. ഇപ്പോൾ ഈ കാർബൺ 14 ഉപയോഗിച്ച് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫോസിലുകളുടെ കാലപ്പഴക്കം കണ്ടുപിടിക്കാം, റോക്കിൻ്റെയൊക്കെ എത്രമാത്രം ഓൾഡ് ആണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫിനോമിനെ അല്ലെങ്കിൽ ആ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. കാർബൺ ഡേറ്റിംഗ് അല്ലെങ്കിൽ റോക്ക് ഡേറ്റിംഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. റോക്ക് ഡേറ്റിംഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ ദീസ് ആർ ദ വേരിയസ് അതർ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ ഫാമിലി. ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ അലൂമിനിയത്തിൻ്റെ കോമ്പൗണ്ടുകൾ ആലം പറഞ്ഞു, പിന്നെ യൂസസ് പറഞ്ഞു. ദെൻ വി സ്റ്റാർട്ടഡ് കാർബൺ ഫാമിലി, അവരുടെ ഒക്കറൻസ് പറഞ്ഞു, അവരുടെ കോൺഫിഗറേഷൻ, റേഡിയസ്, അയോണൈസേഷൻ, എൻതാൽപ്പി മുതലായ കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ദീസ് കാർബൺ ഫാമിലി ഈസ് ഗോയിങ് ടു റിയാക്ട് വിത്ത് വേരിയസ് സബ്സ്റ്റൻസസ് ലൈക്ക് എയർ, വാട്ടർ, ഹാലോജൻസ്. അതൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.